സേവേഴ്സ് എന്ന് പറയും. അത് വളരെ കറക്റ്റാണ് കേട്ടോ. സേവേഴ്സ് എന്ന് പറഞ്ഞാൽ സൈലൻറ്റ്. എഴുന്നേറ്റോടെ നന്ദി പറഞ്ഞ ശേഷം കുറച്ച് നേരം സൈലൻ്റ് ആയിട്ടിരിക്കുക. നമ്മുടെ ശ്വാസത്തെ ശ്രദ്ധിച്ചിരിക്കുക. നടക്കുന്ന കാര്യമല്ല എളുപ്പത്തിന്, പക്ഷേ എങ്കിലും സൈലൻ്റ്, ഉറങ്ങിപ്പോകരുത്, സൈലൻ്റ് ആയിട്ടിരിക്കുക. അതിനുശേഷം എസ് ഫോർ സൈലൻറ്റ്. അത് കഴിഞ്ഞ് അഫർമേഷൻ പറയാം. നമ്മുടെ ആഗ്രഹം എന്താണ്? ഇപ്പം ജോലി സ്ഥലത്താണെങ്കിൽ പ്രമോഷൻ കിട്ടണം, ഇന്ന് ശാന്തമായിരിക്കണം. ബിസിനസ്സുകാർക്കാണെങ്കിൽ ഇന്ന് എനിക്ക് ഇത്ര രൂപ ലാഭം കിട്ടണം, ബിസിനസ് ഇത്ര വരുമാനം ഉണ്ടാവണം. അങ്ങനെ എല്ലാവർക്കും ഓരോരോ ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങൾ നമ്മൾ പറയുക. നമ്മൾ 3 പ്രാവശ്യം ഉറക്കെ പറയുക. അതിനുശേഷം അത് കിട്ടിയതായിട്ട് നമ്മൾ ചിന്തിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ലഭിച്ചതായിട്ട്, ഇപ്പോൾ ജോലി കിട്ടുകയാണെങ്കിൽ പ്രൊമോഷനാണെങ്കിൽ നമ്മൾ ഓഫീസിലിരിക്കുന്നതും, അതുപോലെ തന്നെ നമ്മളൊരു വീട്, ഇപ്പോൾ ഒരു വീടാണല്ലോ എല്ലാവർക്കും സ്വപ്നം, വീടുണ്ടാവുന്നതായിട്ടും വീട് പണിയുന്നതായിട്ട് പണിത് വീട്ടിൽ നമ്മൾ ഹൗസ് വാമിംഗ് ആയിട്ട് നമ്മൾ സ്വപ്നം കാണും. ഹൗസ് വാമിങ്ങിന് പോണതും ആൾക്കാർ വരുന്നതും, നമ്മൾ ഓരോ ബെഡ്റൂമിൽ നമ്മൾ പോകണതും ഓരോ ബെഡ്റൂമിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ നമ്മളൊരു 2 മിനിറ്റെങ്കിലും അല്ലെങ്കിൽ 1 മിനിറ്റെങ്കിലും നമ്മൾ സ്വപ്നം കാണുക. സ്വപ്നമല്ല, മാനിഫെസ്റ്റ് ചെയ്യുക. അപ്പോൾ അഫർമേഷനായി SIA അഫർമേഷനായി മാനിഫെസ്റ്റേഷൻ. എന്നിട്ട് ദിനം വി ഫോർ വിഷ്വലൈസേഷൻ, അതാണ് മാനിഫെസ്റ്റേഷൻ. അത് കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ശരീരത്തിന് എക്സസൈസ് ചെയ്യണം. പഴയ കാലത്ത് അമ്മിപ്പിള്ളയെ കണ്ടിട്ടുണ്ടോ? ഇന്ന് അടുക്കൊക്കെ തേഞ്ഞിരിക്കും. എന്താ? അതുപോലെ നമ്മുടെ ശരീരത്തിനും നമ്മളെപ്പോഴും യോഗയായിട്ടോ എക്സസൈസ് ചെയ്യോ ഒന്നുമില്ലെങ്കിൽ നടക്കുക. ചെരുപ്പിടാതെ മണ്ണിൽ കൂടി നടക്കുക. കുറച്ച് നേരം നടക്കുക, ഉപ്പൂറ്റി പൊക്കി നടക്കുക, കാൽപാദങ്ങൾ പൊക്കി നടക്കുക. അങ്ങനെയൊക്കെ വീഴരുത്, അങ്ങനെയൊക്കെ നടക്കുക.